ഓൾട്ട് പുറത്തിറക്കിയ ഒരു കിടിലൻ പ്രീമിയം മെറ്റാലിക് സ്മാർട്ട് വാച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഓൾട്ടിൻ്റെ റീഗൽ എന്ന ഒരു മികച്ച സ്മാർട്ട് വാച്ച് ആണ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് വരുന്നത് മെറ്റൽ ബോഡിയിലാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാപ്പോട് കൂടിയും അതുപോലെ തന്നെ 1.28 LCD TFT ഡിസ്പ്ലേ ഉണ്ട്. ബ്ലൂടൂത്ത് കോളിംഗ് അവൈലബിൾ ആണ്. ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൂടൂത്ത് വേരിയൻറ്റ് 5.3 ആണ്. ദാറ്റ് മീൻസ് വെരി ലേറ്റസ്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഓഫർ പ്രൈസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ആക്ച്വലി MRP ഒക്കെ വരുന്നത് ഏകദേശം 20,000 രൂപയുടെ അടുത്തൊക്കെ ആണെങ്കിൽ പോലും ഇപ്പം നിങ്ങൾക്കിത് 2,999 വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വാച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് ലോഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഓൾട്ടിൻ്റെ ഒരു കിടിലൻ പ്രീമിയം ലുക്കിലുള്ള ഒരു മെറ്റാലിക് സ്മാർട്ട് വാച്ച് കൂടെയാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എല്ലാം ഞാൻ ഒരു ലിങ്ക് ട്രീ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ ഈ ഒരു വാച്ചിൻ്റെ ഡീറ്റെയിൽ കാണാം. ഇത് വാങ്ങിക്കാനും ഇതിൻ്റെ ബാക്കി കളേഴ്സും അതുപോലെ ഫീച്ചേഴ്സൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ഒരു വാച്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ വളരെ ക്വിക്കായിട്ട് കാണാം. ഈ ഒരു ചെറിയ ബോക്സിലാണ് കേട്ടോ വാച്ച് വന്നിട്ടുള്ളത്. സാധാരണ നമുക്ക് അത്യാവശ്യം നല്ല നീളമുള്ള ബോക്സസിലാണ് യൂഷ്വലി ഓൾട്ട് വാച്ച് തരാറുള്ളത്. ഇത്രയും നീളമുള്ള ബോക്സൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു ബോക്സിന് കംപ്ലീറ്റ്ലി ഒരു മാറ്റം വന്നിട്ടുണ്ട്. ചെറിയൊരു കുഞ്ഞൻ ബോക്സാണ്. ബോക്സിന് മുകളിലായിട്ട് നമുക്ക് ഓൾട്ടിൻ്റെ ബ്രാൻഡിങ് കാണാം. ഇവിടെ ഓൾട്ട് റീഗൽ സ്മാർട്ട് വാച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ 1.28 LCD TFT ഡിസ്പ്ലേ, അതുപോലെ ബ്ലൂടൂത്ത് കോളിംഗ്, അത് രണ്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട്. വാച്ചിൻ്റെ നല്ലൊരു ഇമേജ് കാണാനായിട്ട് പറ്റും. എനിക്കും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഓൾട്ടിൻ്റെ സാധാരണഗതിയിൽ നിന്നുള്ള വാച്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വാച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കയ്യിലേക്ക് എടുക്കാം. അപ്പോൾ സാധാരണ ഒരു ഓൾട്ടിൻ്റെ വാച്ച് കയ്യിലെടുക്കുന്നത് പോലെയല്ല, ദിസ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. ഇത്തരത്തിലൊരു മാഗ്നറ്റിക് ചാർജിങ് കേബിളാണ് പിന്നെ ബോക്സിലുള്ളത്. പിന്നെ ആസ് യൂഷ്വൽ നമുക്കിതിൽ കുറേ സ്റ്റിക്കർ വർക്ക്സും അതുപോലെ തന്നെ വാറണ്ടി കാർഡും യൂസർ മാനുവലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വാച്ച് ബാൻഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. പലർക്കും ഈ ഒരു വാച്ചിൻ്റെ ഈ ഒരു ബാൻഡ് ഓക്കെ ആയിക്കൊള്ളുന്നില്ല. പലർക്കും ഇത് വളരെ ലൂസൊക്കെ ആവാം. അപ്പോൾ ഇത് നമുക്ക് സെൽഫായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഷോപ്പിലൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്തരത്തിലൊരു മെറ്റാലിക് സ്മാർട്ട് വാച്ച് വാങ്ങുമ്പോൾ പലർക്കുമുള്ള ഒരു ഡൗട്ട്, ഇതൊരു സിലിക്കൺ സ്ട്രാപ്പൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, അതായത് ഹോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള വാച്ച് ആണെങ്കിൽ എന്താ ചെയ്യുക, അതായത് വലുപ്പം മാറ്റം ഉണ്ടെങ്കിൽ നമ്മുടെ കൈ ചിലപ്പോൾ നല്ല വണ്ണുള്ളതാവാം, വണ്ണില്ലാത്തതൊക്കെ ആവാം. 22 mm മെറ്റൽ സ്ട്രാപ്പാണ് നമുക്കിതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രാപ്പ് നമുക്ക് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു വാച്ച് ഒന്ന് വിയർ ചെയ്ത് ആദ്യം നമുക്ക് ഈ ഒരു സൈസ് ഓക്കെ ആണോ എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വാച്ച് ഞാൻ കയ്യിലിട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇത് സൈസ് അല്പം ലൂസാണ്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ നേരത്തെ ഈ ഒരു ടൂൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ടൂൾ വഴി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഷോപ്പിലൊന്നും കൊണ്ടുപോയി ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ഉൾഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു ആരോ മാർക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ആരോ മാർക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഫോക്കസ് ആവുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. നിങ്ങൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഭാഗത്തുനിന്ന് റിമൂവ് ചെയ്യാതിരിക്കുക. ഈ ഒരു വശത്തായിട്ടാണ് ഇതിൻ്റെ ആരോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 4 പോയിന്റ് ആരോ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും 4 പോയിന്റ് വരേക്കും ആരോ കൊടുത്തിട്ടുണ്ട്. ആ ഹോളിലേക്ക് വെച്ച ശേഷം ഇതേപോലെ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇതിങ്ങനെ തിരിക്കുമ്പം കാണാം അതിങ്ങനെ പുറത്തേക്ക് വരും. ഇതേപോലെ കൈകൊണ്ട് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് റിമൂവ് ചെയ്താലും പിന്നെ അത് കളയാതിരിക്കുക, കാരണം പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ റീസെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. സിമ്പിളാണ്. ഈ ഒരു ഭാഗത്ത് ഇതേപോലെ വെച്ച ശേഷം ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. ഇത് കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മളിതിങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് പോരും. ഈ ഒരു പാർട്ട് നമുക്ക് ഇത്തരത്തിൽ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഇത്തരത്തിൽ വെച്ച ശേഷം ഈ ഒരു പിന്ന് വീണ്ടും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു രീതിയിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ടൂളിൻ്റെ ഈ ഒരു വശത്ത് ഇങ്ങനെ വെക്കുക. അതിനുശേഷം നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു ആരോ മുകൾ വശത്തേക്കാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലായിരിക്കണം വെക്കുന്നത്. ഇത്തരത്തിൽ ഇതൊന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്ത ശേഷം നിങ്ങൾ നേരത്തെ കണ്ട ആ ഒരു പിന്ന് ഇതിൽ ഇൻസേർട്ട് ചെയ്താൽ മതി. നമ്മളിത് തിരിച്ചു കൊടുക്കുമ്പോഴും ഇതേ മെത്തേഡ് തന്നെയാണ്. ഇതേപോലെ ഈ ഒരു പിന്ന് വെച്ചിട്ട് വേണം ഇത്തരത്തിൽ പുഷ് ചെയ്യാനായിട്ടാണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് അത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. മെറ്റൽ ബോഡിയിൽ വരുന്ന വാച്ച് ആയതുകൊണ്ട് തന്നെയാണ് 124 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വാച്ച് ഏകദേശം 5ഓളം കളേഴ്സിൽ വാങ്ങിക്കാനായിട്ട് പറ്റും. വാച്ച് സെറ്റപ്പ് ചെയ്യുന്നതിനായിട്ട് ആൻഡ്രോയിഡിലും iOS-ലും നമുക്ക് ആപ്പ് അവൈലബിൾ ആണ്. ഓൾട്ട് ഫിറ്റ് എന്ന ആപ്പാണ് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാച്ച് എടുക്കുന്ന സമയത്ത് തന്നെ ഇതിന് മുകളിലായിട്ട് ഈ ഒരു QR കോഡ് കാണാനായിട്ട് പറ്റും. മുകളിൽ ഒരു കവറുണ്ട്, ഇതൊന്ന് പീൽ ഓഫ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഈ ഒരു സ്ക്രീൻ ഏരിയയിൽ വരുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ ഗ്ലാസ് ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഗ്ലാസ് വാങ്ങിക്കാനുള്ള ലിങ്ക് ഡീറ്റെയിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന ബെസൽസ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു സ്റ്റിക്കർ ഒന്ന് പീൽ ഓഫ് ചെയ്യാം. വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ 3 ബട്ടൺസ് കാണാനായിട്ട് പറ്റും. ഇതൊരു പവർ ബട്ടൺ ആണ്. അതുപോലെ തന്നെ ഇത് ഫങ്ഷണൽ റൊട്ടേറ്റിംഗ് ബട്ടൺ ആണ്. പിന്നെ ഇത് സ്പോർട്സ് മോഡിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ഫസ്റ്റ് ലുക്ക്. ഇതാണ് ഇതിൽ ഡിഫോൾട്ട് ആയിട്ട് വന്നിട്ടുള്ള വാച്ച് ഫേസ്. ഇതാണ് ഇതിൽ ഇത്തരത്തിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. കുറേ വാച്ച് ഫേസസ് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇത് ഒരു ഫങ്ഷണൽ ക്രൗൺ ബട്ടൺ ആണ്. ഇതിങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടില്ലേ വാച്ച് ഫേസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ആകുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്പോർട്സ് മോഡിനുള്ള ഒരു ബട്ടൺ ആണ്.
പിന്നെ സ്ട്രാപ്പിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു എൻഡിലേക്ക് വന്നാൽ കാണാം ഇവിടെ ആൾട്ടിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. 𝗙𝗪𝗏 എന്ന ആപ്പാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഒരു ലിസ്റ്റിൽ നമുക്ക് കാണാം വാച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇൻ്റർഫേസിൽ ഏറ്റവും മുകളിൽ വാച്ചിൻ്റെ ഇമേജ് കാണാൻ പറ്റും. ബാറ്ററി ലൈഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ വാച്ച് ഫേസസ് ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ കുറേ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഗാലറിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫേസ് ഗാലറി എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വാച്ച് ഫേസസ് കാണാം. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനുള്ള പേജാണ്. അലാംസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഷട്ടർ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വാച്ച് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പിക്ചർ ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഫേവറേറ്റ് കോൺടാക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇതിൽ നമ്മൾ കോൺടാക്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേഴ്സ് എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. ഫൈൻഡ് ഡിവൈസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ കണ്ടില്ലേ വാച്ചിൽ ഇതേപോലെ സൗണ്ട് വരും. നമ്മുടെ വാച്ച് ഇതേപോലെ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഫസ്റ്റ് ഇന്റർഫേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ സ്റ്റെപ്സ് കൗണ്ട്, സ്ലീപ്പ് മോണിറ്റർ, ഹാർട്ട് റേറ്റ് കൗണ്ട്, പിന്നെ ബ്ലഡ് പ്രഷർ, പിന്നെ ബ്ലഡ് ഓക്സിജൻ, അതുപോലെ ഔട്ട്ഡോർ റണ്ണിങ്, അതിൻ്റെ എല്ലാം ഒരു പിക്ചറാണ് കിട്ടുന്നത്. മുകളിൽ താഴോട്ട് ഇതേപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് മെനു ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നമുക്ക് സെറ്റിംഗ്സ് കാണാം. സെറ്റിംഗ്സിൽ പോയാൽ നമുക്ക് സ്റ്റോപ്പ് വാച്ച് ഓപ്ഷൻ ഉണ്ട്, അലാം സെറ്റ് ചെയ്യാൻ പറ്റും, ടൈമർ സെറ്റ് ചെയ്യാം, മെനു വ്യൂ, ഗ്രിഡ് വ്യൂ ഒക്കെ മാറ്റാൻ പറ്റും, ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, അത് ഡിക്രീസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ നമുക്കിതിൽ ഫോൺ കോൾസ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓഡിയോ പ്ലേ ചെയ്യുന്നതിന് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഓപ്ഷൻ കാണാം. പിന്നെ ഫോൺ റീസെറ്റ് ഓപ്ഷൻ ഉണ്ട്, വൈബ്രേഷൻ മാനേജ് ചെയ്യാൻ പറ്റും, പിന്നെ റിംഗിങ് ഓൺ ചെയ്യാൻ പറ്റും, തിയേറ്റർ മോഡ് ഉണ്ട്, റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പവർ ഓഫ്, എബൌട്ട്, അതുപോലെ ആപ്പ് ഡൗൺലോഡിൻ്റെ ഓപ്ഷനാണുള്ളത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രൈറ്റ്നസിൻ്റെ മാനേജ്മെൻറ്റിലേക്കുള്ള ക്വിക്ക് ആക്സസ് ആണ്. സൈലൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫോൺ കോൾസിൻ്റെ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും അതുപോലെ ഡിസേബിൾ ചെയ്യാനും പറ്റും. തിയേറ്റർ മോഡാണ്. ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വൈബ്രേഷൻ ഓഫ് ചെയ്യാം, അതുപോലെ ബ്രൈറ്റ്നസ് റെഡ്യൂസ് ചെയ്യാനും പറ്റും. ബാറ്ററി സേവിംഗ് മോഡാണ് ഇത്. താഴെ ഒന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ആണ് കിട്ടുന്നത്. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഇങ്ങനെ ക്വിക്കായിട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ മെനു ബട്ടൺ കാണാനായിട്ട് പറ്റും. എല്ലാ മെനുവും ഇതിൽ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫോൺ കോൾസ് മാനേജ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് റീസെന്റ് കോൾസ്, പിന്നെ ഡയൽ പാഡ്, കോൺടാക്ട്സ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ വാച്ചിൽ നിന്നുള്ള ഒരു ഓഡിയോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ കോൾ നമുക്ക് ഫോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ വാച്ചിലേക്ക് തന്നെ സ്വിച്ച് ചെയ്തു. ഇത് സ്പീക്കറിൻ്റെ ശബ്ദമാണ്. പിന്നെ നമുക്ക് കോൾ ഇൻകമിംഗ് വരുന്ന സമയത്തും വാച്ചിലൂടെ തന്നെ കോൾ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ കോൺടാക്ട്സ് നമ്മൾ നേരത്തെ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ കോൾ ഇത്തരത്തിൽ ഇനീഷ്യേറ്റ് ചെയ്യാനും പറ്റും. ഇതിൽ നമ്മളിപ്പോൾ ഒരു മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്യാണ്. അപ്പോൾ അത് പോസ് ചെയ്യുന്നതിനായിട്ട് ഇതിൽ തന്നെ ടാപ്പ് ചെയ്താൽ മതി, പോസ് ആകും. നെക്സ്റ്റ് ട്രാക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടല്ലേ, ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു വോയിസ് വാച്ചിൽ നിന്നുള്ള ഓഡിയോ ആണ് കേട്ടോ, അത് ഫോണിൽ നിന്നല്ല. ഈ ഒരു ഓഡിയോ വാച്ചിൽ നിന്നാണ്. പിന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ട്രാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രീവിയസ് ട്രാക്കിലേക്കും പോകാം. അപ്പോൾ മ്യൂസിക് നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ വാച്ചിൽ നിന്നുള്ള ഓഡിയോ ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല വോള്യത്തിലാണ് ഈ ഒരു വാച്ചിൽ നമുക്ക് ഓഡിയോ കിട്ടുന്നത്. റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു വിൻഡോയിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മുടെ സ്റ്റെപ്സ് കൗണ്ട്, അതുപോലെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, അതെല്ലാം ഇതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഒന്നുകൂടെ നമ്മൾ ഇത്തരത്തിൽ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഫോൺ കോൾസ് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിതിൽ AI വോയിസ് അസിസ്റ്റൻറ്റ് അവൈലബിൾ ആണ്. ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് കമാൻഡ്സ് കൊടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്കിതിൽ വെതർ ഡീറ്റെയിൽ കാണാൻ പറ്റും. പിന്നെ ക്യാമറ ഷട്ടറാണ്, പിന്നെ മ്യൂസിക്, പിന്നെ കാൽക്കുലേറ്റർ, ഫൈൻഡ് ഫോൺ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോൺ ഇതേപോലെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഫോൺ ഇങ്ങനെ റിങ് ചെയ്യും. നമുക്കിതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു കാൽക്കുലേറ്റർ ഉണ്ട്. കാൽക്കുലേറ്ററെല്ലാം നമുക്ക് വളരെ ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാനും അതുപോലെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. വാച്ചിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുമ്പോൾ 1.28 LCD TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ 240x240 പിക്സലാണ്. അതുപോലെ തന്നെ 500 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്സും ഈ ഒരു വാച്ച് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ഫംഗ്ഷണൽ റൊട്ടേറ്റിംഗ് ക്രൗൺ നിങ്ങൾ ഇങ്ങനെ ടിൽറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാച്ച് ഫേസ് ആണ് മാറ്റാൻ പറ്റുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചർ ബിക്കോസ് പലപ്പോഴും നമുക്ക് ഓരോരോ ഒക്കേഷൻ അനുസരിച്ച് ഇങ്ങനെ വാച്ച് ഫേസ് ഇങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റും. കണ്ടില്ലേ, IP67 റേറ്റിംഗ് വരുന്നത് കൊണ്ട് തന്നെ ഇതൊരു വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്മാർട്ട് വാച്ച് ആണ്. പക്ഷേ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് കരുതി നമ്മളിത് വെള്ളത്തിലൊന്നും അങ്ങനെ ഇട്ട് വെക്കാൻ പാടില്ല. കാരണം പലപ്പോഴും ഡാമേജ് ആകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ആൻഡ് അഗെയിൻ നിങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് മാക്സിമം ഒരു 1 മീറ്ററൊക്കെ ഡെപ്തിലേക്ക് പോകാമെന്നല്ലാതെ അതിലും ഫർദറായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ സ്മാർട്ട് വാച്ചസ് ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിൻ്റെ കോൾ ഫീച്ചർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചിട്ടുള്ളത് കസ്റ്റമർ കെയറിലാണ്. ഇവിടെ നിങ്ങൾക്കിത് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോൾ വേണമെങ്കിൽ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതായത് വാച്ചിൽ നിന്ന്, ഇപ്പോൾ നിങ്ങൾ വാച്ചിൽ ഓഡിയോയാണ് കേൾക്കുന്നത്, ഇത് നമുക്ക് ഫോണിലേക്ക് സ്വിച്ച് ചെയ്യാം. ഈ ഒരു ബട്ടൺ, മിഡിലുള്ള ബട്ടൺ ടാപ്പ് ചെയ്താൽ ഇപ്പോൾ നമുക്ക് കോൾ ഫോണിലേക്ക് മാറി കിട്ടും. അത് വീണ്ടും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ വാച്ചിലേക്ക് തന്നെ വരും. പിന്നെ നമുക്കിതിൽ വോള്യൂം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ഇതേപോലെ വോള്യൂം നമുക്ക് കുറക്കാനും അതുപോലെ തന്നെ കൂട്ടാനൊക്കെ ആയിട്ട് സാധിക്കും. ഓൾട്ട് റീഗൽ എന്ന ഈ ഒരു മെറ്റാലിക് പ്രീമിയം സ്മാർട്ട് വാച്ചിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഈ ഒരു വാച്ച് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻട്രൊഡക്ടറി ഓഫർ ഇപ്പോൾ അവൈലബിൾ ആണ്. കമന്റ് ബോക്സിലും
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് ട്രീ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വാച്ച് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാവുന്നതാണ്. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഓഫറുകളും ഡീലുകളും നമ്മുടെ AbdulRasheedMukkam ഒഫീഷ്യൽ എന്ന ടെലിഗ്രാം ചാനലിലൂടെയും ഓഫർ കാർട്ട് എന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വഴിയും ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.